ഹലോ ഗൈസ്, അപ്പം 6:30 സമയം. 6:30 കൂടെ വെയിലാണ് ഗൈസ്. വൈകുന്നേരം 6:30. അപ്പം ഇതാണ് നമ്മളെ ഗ്യാബർ റെയിൽവേ സ്റ്റേഷൻ. ഗ്യാബർ. ഓക്കെ, അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ നമുക്കിവിടെ മിഷൻ ഉണ്ട്. ഓക്കെ, അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള മിഷൻ. ഇനി ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ട്രെയിനിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, ട്രെയിനിൽ നിന്ന് ബുക്ക് ചെയ്യാം. നമുക്കിവിടെ സൈക്കിളിലൂടെ പാർക്ക് ചെയ്യാം. നമ്മളെ റൂമിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ 20 മിനിറ്റ് നിന്ന് ആ ട്രെയിൻ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2 കുട്ടികളെ കണ്ടു, സ്കൂൾ സ്റ്റുഡൻസ്. അവർ പറഞ്ഞു 20 മിനിറ്റ് നമുക്ക് ട്രെയിൻ ഉണ്ട്. നമുക്ക് ലുബ്ലിയാനയ്ക്ക് പോകണമെങ്കിൽ ട്രെയിൻ ഉണ്ട്. ദെൻ നമുക്ക് തിരിച്ചു വരണമെങ്കിൽ രാത്രി 10 മണിക്ക് റിട്ടേൺ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ലുബ്ലിയാനയ്ക്ക് പോകുന്നില്ല. നമ്മൾ തിരിച്ച് റൂമിൽ പോവാണ്. ഈ വഴിക്ക് പോവാം. നമുക്ക് ഈ വഴിക്ക് പോയിട്ട് അടിയിൽ കൂടെ പോവാം. ഇതിൻ്റെ അടിയിൽ കൂടെ ക്രോസ് ചെയ്ത് പോവാം. നമുക്ക് ഈ വഴിക്ക് പോയിട്ട് അടിയിൽ കൂടെ ക്രോസ് ചെയ്ത് പോവാം. നമുക്ക് വഴി പഠിക്കാന്ന് ഇച്ചിരിയല്ലേ നടക്കാനുള്ളൂ. ശരിയാക്കാക്കി മടിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. നമ്മളെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് അടുത്ത ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളെ റൂമിലേക്ക് തിരിച്ചു പോവാണ് ഗൈസ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രി ഗൈസ്. നമ്മൾ ബിക്കിലേക്ക് തിരിച്ചു പോവാണ്. ഗാബർ ടു ബിക്ക്. ഇനി നമുക്ക് അടുത്ത ബസ് സ്റ്റോപ്പ് നമ്മൾ ഇതുവരെ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചിട്ട്. അതുകൊണ്ട് ആ വഴിയാണ്, കാർ പോകുന്ന വഴി. ഇതൊരു വില്ലേജാണ് കേട്ടോ, അടിപൊളി വില്ലേജാണ് ഗൈസ്. ആ വില്ലേജിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സ്ട്രെഞ്ചെ പ്രീ വെൽഗു ഗബ്രു. എന്താ സ്ട്രെഞ്ച്? അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഓക്കെ, ഇതാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ്. ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ്. നമ്മളൊക്കെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ കൊയിലാണ്ടിയൊക്കെയുള്ള റെയിൽവേ സ്റ്റേഷനെ പോലെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ. ഇത് അവർ 3 പേരും ഇതാ. ലിബിൻ ചേട്ടനാണ് ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത്. ആൾക്ക് 29 വയസ്സേ കിട്ടും. എൻ്റെ സെയിം വയസ്സാണ്. കണ്ടാ പക്ഷേ 35 വയസ്സ് തോന്നിക്കും. ഷിയാബ്ക്ക, മനുവാട്ട്, അവരൊക്കെ ശിവാക്ക മനുവാട്ടർ 37-38 വയസ്സുണ്ട് വയസ്സ്. ഓക്കെ, അടിപൊളി നൈസ് വില്ലേജ്. പോ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ ബിക്കപ്പ് പോവാണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ച് ബിക്കപ്പ് പോവാണ്. ഇവിടെ എങ്ങനെയാണ് ഗൈസ് സൈക്കിളൊക്കെ കൊണ്ടുപോകുന്നത്. സൈക്കിളേഴ്സ് അത്യാവശ്യം നമ്മളെ റൂമിലുള്ള പയ്യന്മാർ ഡെയിലി 50 കിലോമീറ്ററൊക്കെ സൈക്കിൾ ഓടിച്ച് ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ റൂമിലേക്ക് 3 സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അതായത് അവർ സ്റ്റുഡൻസ് ടു കൺവേർഷനാണ്. സ്റ്റുഡൻസ് നിന്ന് ട്രക്കിങ്ങിലേക്ക് വന്ന കുട്ടികളാണ്. അപ്പോൾ അവരവരെ പാർട്ട് ടൈം ജോബിന് വേണ്ടി വേണമെങ്കിൽ പോവാം, വാട്ടവർ. സ്റ്റുഡൻസിൽ നിന്ന് ട്രക്കിങ്ങിലേക്ക് മാറിയ കുട്ടികളാണ്. അപ്പോൾ അവർ പേപ്പർ ചേഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം അവർ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യായിരുന്നു. അവർ ഒരു ദിവസം 50 കിലോമീറ്ററൊക്കെ സൈക്കിൾ ഓടിച്ച് ജോലി എടുത്തിട്ടുണ്ട്. അവർക്ക് റൂമിന് 300 യൂറോസൊക്കെ നമുക്ക് റെൻറ്റ് വന്നായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്തിട്ടുണ്ട്, സൈക്കിളിൽ ഡെലിവറി, ഫുഡ് ഡെലിവറി, നമ്മളെ നാട്ടിലെ സ്വിഗ്ഗിയൊക്കെ പോലെ അവർ സൈക്കിൾ ഉപയോഗിച്ച് ഡെയിലി 50 കിലോമീറ്ററൊക്കെ ഓടിച്ചുകൊണ്ടാണ് അവരവരെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് തിരിച്ച് നമ്മളെ ബിക്ക് പോവാണ് ഗൈസ്. ബിക്കിലേക്ക് പോവാം. നമ്മൾ വരുമ്പോൾ നമ്മൾ ഷോർട്ട് കട്ട്സ് അടിച്ചു. നമ്മളെ ഗൂഗിൾ മാപ്പ് വഴി തിരിച്ച് നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് പോയി. അവിടെ നിന്ന് നമ്മൾ ഷോർട്ട് കട്ട് വഴി ക്രോസ് ചെയ്ത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ നല്ല റോഡിൽ തന്നെ പോവാണ്. ഇത് ഇവിടെ നമുക്ക് 2 സിഗ്നൽ ഉണ്ട്, അപ്പുറം ഇപ്പുറം സിഗ്നൽ ഉണ്ട്. ഒരു വണ്ടി വരികയാണെങ്കിൽ അതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഗുഹ അല്ലെങ്കിൽ എന്താ പറയുക, ടണൽ, ചെറിയൊരു ടണലാണ്. ഇതെന്ത് ചെയ്യാൻ പാടുള്ളൂ. കണ്ടോ, അവിടെ ഒരു സിഗ്നൽ ഉണ്ട്, അതിൽ കാണിക്കും വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതേപോലെ മിററും അത് നോക്കി നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. ഒരു ബൈക്ക് വരുന്നുണ്ട് ബാക്കിൽ നിന്ന്. ഹോണ്ടയുടെ ബൈക്കാണ് ഇവിടെ. ഹോണ്ട, അതേപോലെ BMW, യമഹയുടെ വണ്ടി കണ്ടു. നമ്മളെ പഴയ യമഹയുടെ RX 130 അങ്ങനെ ഏതൊരു വണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. ആ അപ്പാർട്ട്മെൻറ്റിലൂടെയാണ് നമ്മൾ വഴി തെറ്റിപ്പോയത് ഗൈസ്. നല്ല ഭംഗിയുണ്ട് വീടുകൾ. ഐസ് വന്നാൽ ഇവിടെയൊക്കെ നല്ല ഐസായിരിക്കും. ഈ നമ്മളിപ്പം കാണുന്ന ഈ ഗ്രൗണ്ട് ഇതില്ലേ, ചന്ദ്രൻ ഉണ്ട് ഗൈസ് ആകാശത്ത്. ക്യാമറ കാണാൻ പറ്റുന്ന അറിയില്ല. അപ്പം നമ്മൾ യുറേക്ക പോലെ റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മളെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് മൊബൈൽ ആപ്പ് വെച്ചിട്ട് നമുക്ക് ടൈമൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലുബ്ലിയാന പോകണമെങ്കിൽ നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു
വീക്കെൻഡ്സിൽ നമുക്ക് റെയിൽവേ ചാർജ് കുറവാണ്. ശനി ഞായർ ദിവസങ്ങളിൽ €1 ഒക്കെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് വരുള്ളൂ. ഇതൊരു കപ്പലാണ് ഗൈസ്. 6:30 ബെല്ലാണത്. അടിപൊളി കളർ ചെടി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നതിനിടയ്ക്ക് ഞാനൊരു ബ്യൂട്ടിഫുൾ വില്ലേജ്. ഓക്കെ, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഈ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് വഴി തെറ്റിയത്. ഗൂഗിൾ മാപ്പ് നമ്മളെ വഴി തെറ്റിച്ചു. നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർ നമുക്ക് വഴി പറഞ്ഞു കേട്ടോ. ഗുഡ് പീപ്പിൾ. അവർ നമ്മളോട് എങ്ങോട്ട് പോകുന്നു ചോദിച്ചാൽ നമുക്ക് വഴി പറഞ്ഞു. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ചെറിയ റോഡായതുകൊണ്ട് ഇവരിവിടെ എല്ലാ മൂലയിലും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ട്രക്കൊന്നും ഇതുവഴിക്ക് പോവില്ല കേട്ടോ. കാരണം നമ്മൾ വരുമ്പോൾ നിങ്ങൾ അവിടെ ഇത് കണ്ടില്ലേ, എന്താണ് ചെറിയൊരു വാൾ മൗണ്ടറാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ട്രക്ക് കയറില്ല. അങ്ങനെയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകൾ. കണ്ടോ, ഗാർഡൻ ഏരിയ ഉണ്ടോ. നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് വീടാട്ടോ. നമ്മൾ ഒരു റോഡി ക്യൂസാൻഡീസ്, അതായത് നമുക്കിവിടെ ഒരു വില്ലേജ് ഉണ്ടെങ്കിൽ അവിടെ ചുറ്റിപ്പറ്റി വീടുണ്ടാവും. പിന്നെ കുറേ ഒഴിഞ്ഞ ഏരിയ, പിന്നെ അഗെയിൻ ഒരു വില്ലേജ്, പിന്നെ കുറേ ഒഴിഞ്ഞ ഏരിയ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. നമ്മളെ നാട്ടിലെ പോലെ ഒരു വീടിന് ഇത്ര ഗ്യാപ്പ് അങ്ങനെയൊന്നും, അടുത്തടുത്ത് വീടാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം വളരെ കുറവായിരിക്കും. നമ്മളിപ്പോൾ ഒരു വീട്ടിലുള്ള കാര്യം ആ വീട്ടിൽ തന്നെ, പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിറ്റീസ് കുറവാണ്. നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മളെ ചുറ്റുപാടൊക്കെ നമ്മളെല്ലാവരും അറിയും. പക്ഷേ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോലും അറിയണ്ടാവില്ല. നിങ്ങളവിടെ താമസിക്കുന്നു, ഞങ്ങളുടെ താമസിക്കുന്നു, ആ ഒരു സിസ്റ്റം. ഓക്കെ, 7 മിനിറ്റ് അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളെ ജംഗ്ഷനിലെത്തി. കണ്ടോ, മിറേഴ്സ് എല്ലാവിടെ ഉണ്ട്. ഇത് കപ്പള, ഐ ഡോണ്ട് നോ. യാ ഇതാണ് ഇവിടുത്തെ ഒരു ഓക്കെ. നമുക്ക് പള്ളിയിലേക്ക് പോകുന്ന വഴി ഇവിടെ കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ആപ്പിളാണ് ഗൈസ്, ആപ്പിൾ, ഗ്രീൻ ആപ്പിളാണ്. ഓക്കെ, ഇതാണ് ആപ്പിൾ ഗൈസ്, ഗ്രീൻ ആപ്പിളാണിത്. എവിടാ? ഇല്ല, നമുക്ക് അവിടെ എത്തുമ്പോൾ എടുക്കാം. നമ്മൾ പേടിക്കണം, ബേജാറല്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ഓക്കെ, ഇപ്പോൾ സമയം 7 മണിയായിട്ടോ ഗൈസ്. 7 മണിക്ക് ഇവിടുത്തെ ലൈറ്റിങ്ങും വീടുകളൊക്കെ ഉണർന്നിരിക്കുകയാണ് ഗൈസ്. 7 to 10. ഇതൊക്കെ ഇവരെ വെജിറ്റബിൾസാണ് ഗൈസ്. ഇവരിവിടെ വെജിറ്റബിൾസ്, ടൊമാറ്റോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ കൃഷി ചെയ്തിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ചെറിയ ടൊമാറ്റോ ഉണ്ട്, വലിയ ടൊമാറ്റോ ഉണ്ട്. അവിടെ പല സാധനങ്ങളും ഇവർ കൃഷി ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പാർട്ട്മെൻറ്റ്സിൽ ഇതൊരു അപ്പാർട്ട്മെൻറ്റ് ഏരിയ ആണ്. നോക്കി ലൈറ്റിങ് നോക്കി, അവിടെ ടവർ കാണാട്ടോ. ലൈറ്റിങ് നല്ലൊരു പീസ്ഫുൾ ലൈറ്റിംഗ് ആണ് ഗൈസ്. തക്കാളി, ഇതാ ഗ്രീൻ ഗാർഡൻ തക്കാളി ഒരു എന്താണ് തക്കാളി അതേപോലെ അപ്പം
ഇന്ന് ഞാൻ 30 മിനിറ്റ് വീഡിയോ എടുത്തു. അപ്പോൾ ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യട്ടെ ഗൈസ്. നമുക്ക് റൂമിൽ റേഞ്ച് കുറവാണ്. നമ്മൾ പോകുമ്പോൾ നമുക്ക് 4G ഉണ്ട്, 4G 5G ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് ഗൈസ്.